ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂനിയർ അസിസ്റ്റന്റ് KSFE KMML KSCB കാറ്റഗറി നമ്പർ 026/2022. ഇതിന് ഒരു 208 വേക്കൻസി നിലവിലുണ്ട്. അപ്പോൾ അതിന് 208 വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുമ്പോൾ OC എത്ര പോകും, BC ഓരോ കാസ്റ്റിനും എത്ര പോകും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 ദിവസം മുമ്പിട്ട് ഞാനൊരു റൊട്ടേഷൻ ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്കൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഏകദേശമൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പുതിയ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഏകദേശമൊക്കെ കറക്റ്റ് ആകാനുള്ള ചാൻസ് ആണുള്ളത്. ഓക്കെ, അപ്പം മുഴുവൻ ശരിയാകും എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഓരോ കാസ്റ്റും ലാസ്റ്റിൽ നിൽക്കുന്ന അഡ്വൈസ്, അതുപോലെ തന്നെ 208 വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുമ്പോൾ ഓരോ കാസ്റ്റിനും അതുപോലെ തന്നെ OCക്ക് റാങ്ക് വരെ അഡ്വൈസ് പോകും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം OC ഇപ്പോഴും നിലവിൽ അഡ്വൈസ് നിൽക്കുന്നത് 750 ആണ്. അത് ഏകദേശം ഒരു 889 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. EWS 791 നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 933 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. EBT 750 ആണ് അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 926 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. SC സപ്ലിമെൻ്റ് ലിസ്റ്റ് 6 നിൽക്കുന്നത്. അത് സപ്ലിമെൻ്റ് ലിസ്റ്റ് 22 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം 1153 നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 1383 റാങ്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ അഡ്വൈസ് നിൽക്കുന്നത് 2544 അത് ഏകദേശം ഒരു 3064 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. OBC 747 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 925 അഞ്ചാമത്തെ റാങ്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. വിശ്വകർമ്മ 823 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 977 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. SIUC നാടാർ 769 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 1398 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 17 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് 21 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. SCCC 2996 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 3614 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ധീവര 964 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 1343 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഹിന്ദു നാടാർ 2301 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 2698 റാങ്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത DAയിൽ LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 10 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 13 പോകാനുള്ള സാധ്യതയുണ്ട്. DHI സപ്ലിമെൻ്ററി ലിസ്റ്റ് 22 അഡ്വൈസ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 23 പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത DALDCP സപ്ലിമെൻ്ററി ലിസ്റ്റ് 9 നിൽക്കുന്നത്. അത് ഏകദേശം ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് 11 12 പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് 208 വേക്കൻസിക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അഡ്വൈസ് അയക്കുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് ഏകദേശം കറക്റ്റ് ആവാനാണ് സാധ്യത. ഓക്കെ, ഫുൾ ശരിയാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് അഡ്വൈസ് വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഇനി വേറെ ഏതെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.